നമസ്കാരം. സ്പോർട്ട് ലൈവിലേക്ക്. മകരവിളക്കിന് ശബരിമലയിൽ എത്തുന്ന യുവതികളുടെ സുരക്ഷ പ്രയാസകരമാകും. മകരവിളക്ക് അടുത്ത സാഹചര്യത്തിൽ യുവതികൾ ശബരിമലയിൽ എത്തിയാൽ സുരക്ഷ ഒരുക്കുന്നത് കൂടുതൽ പ്രയാസകരമായി മാറുമെന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. ഹൈക്കോടതിയിലാണ് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിച്ചത്. ബിന്ദുവും കനകദുർഗയും സന്നിധാനത്ത് ദർശനം നടത്തിയ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ശബരിമലയിൽ നിലവിൽ യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവർ കൂടുതൽ സജ്ജരായി നിൽക്കുന്നുവെന്നാണ് റിപ്പോർട്ടിലുള്ളത്. അത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് കേരളം കാണുന്നത്. പ്രത്യേകിച്ചും വിശ്വാസി സമൂഹം കനത്ത ജാഗ്രതയിലാണ് എന്നുള്ളത്. മറ്റൊരു പ്രധാന കാര്യം, മലയരയരെ വഞ്ചിക്കുന്നുവെന്ന രൂക്ഷ വിമർശനവുമായി ഹിന്ദു ഐക്യവേദി രംഗത്തെത്തിയതാണ്. പൊന്നമ്പലമേട്ടിൽ ദീപം തെളിയിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യത്തെ നിരാകരിച്ച് സർക്കാർ മലയരയ സമൂഹത്തെ വഞ്ചിക്കുകയാണെന്നാണ് ഹിന്ദു ഐക്യവേദി നേതാക്കൾ പറയുന്നത്. മകരസംക്രമ ദിനത്തിൽ മകര ജ്യോതി തെളിയുന്ന സമയത്താണ് മലയരയ സമൂഹം പരമ്പരാഗതമായി ദീപാരാധന നടത്തുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മലയരയരുടെ ഈ ആവശ്യത്തെ കവർന്നെടുക്കുകയായിരുന്നുവെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന നേതൃത്വം ആരോപിക്കുകയാണ്. ശബരിമല തന്ത്രിയും പന്തളം രാജാവും ഭൂമാനന്ദ തീർത്ഥർ സ്വാമിയും മലയരയരുടെ അവകാശം തിരികെ നൽകണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദി, NSS അടക്കമുള്ള സമുദായ സംഘടനകളും ഈ ആവശ്യത്തെ പിന്തുണച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്. 2012 ജനുവരി 5 ആചാരപരമായി വിളക്ക് തെളിയിക്കാൻ പുറപ്പെട്ട മലയരയരെ കാളകെട്ടി ക്ഷേത്ര വളപ്പിൽ തടഞ്ഞുവെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തതിലൂടെ ആചാര പുനഃസ്ഥാപനമാണ് തടയപ്പെട്ടത്. മലയരയരുടെ ആവശ്യത്തെ അംഗീകരിച്ച് ജനുവരി 14 മകരവിളക്ക് ദിനത്തിൽ ദീപാരാധന നടത്താൻ മലയരയരെ അനുവദിക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, നവോത്ഥാന സമിതിയിൽ വിള്ളൽ ഉണ്ടാകിയിരിക്കുന്നു. ബദൽ സംഘടനയ്ക്കായി CPM ഒരുങ്ങുമോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. NSSും സർക്കാരും പൂർണ്ണമായും തെറ്റിയതോടെ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയോടുള്ള SNDPയുടെ തുടർ സഹകരണത്തിന്റെ കാര്യത്തിൽ CPMന് ആകാംക്ഷയുണ്ട്, ചില സംശയങ്ങളുമുണ്ട്. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ പ്രീതി നടേശനും യോഗം വൈസ് പ്രസിഡന്റ് കൂടിയായ തുഷാർ വെള്ളാപ്പള്ളിയും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി വന്നത് പാർട്ടിക്കും സർക്കാരിനും വലിയ തലവേദന തന്നെയാണ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല, വനിതാ മതിൽ പുലരിയിൽ തന്നെ 2 യുവതികളെ ശബരിമലയിൽ എത്തിച്ചത് യോഗത്തെ ചൊടിപ്പിച്ചു. നവോത്ഥാന യോഗത്തിന് ചേർന്ന സംഘടനകളെ പലപ്പോഴായി പല നിലപാടുകളും പ്രകോപിപ്പിച്ചിരുന്നു. വനിതാ മതിലിനായി രൂപീകരിച്ച നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ തുടർ പ്രവർത്തനങ്ങളിലൂടെ സാമുദായിക സംഘടനകളെ LDFനോട് ചേർത്ത് നിർത്താനാണ് CPMന്റെ തീരുമാനമെന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ. മതിലിനു ശേഷം വെള്ളാപ്പള്ളിയുമായും KPMS നേതാവ് പുന്നല ശ്രീകുമാറുമായി സംസാരിച്ച മുഖ്യമന്ത്രി തുടർ സഹകരണം അഭ്യർത്ഥിച്ചിരുന്നു. BDJS പ്രസിഡന്റ് കൂടിയായ തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത് ഇങ്ങനെയാണ്: മതിലിന്റെ കാര്യത്തിൽ വഞ്ചിക്കപ്പെട്ടതുകൊണ്ട് തുടർ സഹകരണത്തിന് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അക്കാര്യം യോഗം നേതൃസമിതികൾ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇത് സർക്കാരിനെ സംബന്ധിച്ച ഒരു ആശങ്കയാണ്. എങ്ങനെയായിരിക്കും ഇനി തുഷാർ വെള്ളാപ്പള്ളിയുടെ സഹകരണം എന്നുള്ളത് സർക്കാർ കാത്തിരുന്ന് കാണേണ്ടി വരും. മാത്രമല്ല, NSS പൂർണ്ണമായും അപ്പുറത്തായതോടുകൂടി SNDPയുടെ പൂർണ്ണ പിന്തുണ CPMന് ആവശ്യമുണ്ട്. അപ്പോൾ NSSന്റെ പിന്തുണയ്ക്കൊപ്പം SNDPയുടെ പിന്തുണ കൂടി നഷ്ടമായാൽ കാര്യങ്ങൾ ആശയക്കുഴപ്പത്തിലാകും. അതുകൊണ്ട് തന്നെ CPMന് SNDPയുടെ പിന്തുണ പ്രധാനമാണ്. ശബരിമലയുടെ കാര്യത്തിലെടുത്ത കടുത്ത നിലപാട് വിശ്വാസികളെ ശത്രുപക്ഷത്താക്കിയ സാഹചര്യത്തിൽ ചെറുതും വലുതുമായ ഹൈന്ദവ സംഘടനകളുടെ പിന്തുണ സർക്കാരിന് കൂടിയേ മതിയാകൂ. NSS വോട്ടുകൾ UDFനും BJPക്കുമായി ചിതറുകയും LDFന് മറ്റു വിഭാഗങ്ങളുടെ പിന്തുണ കിട്ടുകയും ചെയ്താൽ ക്ഷീണമുണ്ടാകില്ലെന്നാണ് CPM പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുവതികളെ രാത്രി രഹസ്യമായി സന്നിധാനത്ത് എത്തിക്കുകയും അടുത്ത ദിവസം ശ്രീലങ്കൻ യുവതി വന്നപ്പോൾ ഹർത്താൽ നടത്താത്തത് എന്താണെന്ന് മുഖ്യമന്ത്രി പരിഹസിക്കുകയും ചെയ്തത് വിശ്വാസി സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്ന് ഭക്തജനങ്ങളും വിശ്വാസി സംഘടനകളും NSSും അടക്കം ആരോപിച്ചിരുന്നു. അതിനാൽ ആര് വിമർശിച്ചാലും ഇക്കാര്യത്തിലെ വിയോജിപ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അന്ന് തന്നെയാണ് NSS അടക്കം സ്വീകരിച്ച നിലപാട്. അതേസമയം NSSനെ എതിർക്കുന്ന ആ വിഭാഗത്തിലെ ഒരു ബദൽ സംഘടനയെ പരിപോഷിപ്പിച്ചാലോ എന്ന ആലോചന CPMനുള്ളിൽ സജീവമാണ്. കാരണം അയ്യപ്പ ജ്യോതിക്ക് NSS കൊടുത്ത വലിയ പിന്തുണ, വനിതാ മതിലിൽ നിന്ന് മാറുന്ന നിലപാട്, ഈ ഒരു നിലപാട് വനിതാ മതിലിൽ NSSലെ ചില അംഗങ്ങൾ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ NSSുമായുള്ള വിയോജിപ്പിനെ തുടർന്ന് മാറി നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ CPM മുൻകൂട്ടി കാണുന്നുണ്ട്. ഈ ഒരു ശ്രമങ്ങൾ ആ വഴിക്ക് നീക്കിയാൽ അതൊരു ബദൽ സംഘടനയിലൂടെ NSSനെ അടക്കം തറപറ്റിക്കാമെന്നുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ CPM തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യങ്ങൾ എത്രത്തോളം കേരളത്തിൽ വിലപ്പോവുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ചും SNDP യോഗത്തിന്റെ തുടക്കം മുതലുള്ള 2 നിലപാടുകൾ. ഏറ്റവും ഒടുവിൽ വനിതാ മതിലിനു ശേഷം യുവതികൾ ശബരിമലയിൽ പ്രവേശിച്ചപ്പോൾ BDJS നേതൃത്വം പറഞ്ഞൊരു നിലപാട്, ഇതൊക്കെ സർക്കാരിന് ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട്, ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബദൽ സംവിധാനം എന്ന് സർക്കാർ പറയുമ്പോഴും അതിന്റെ സാധ്യതകൾ എത്രത്തോളം
എത്രത്തോളമാണെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും മകരവിളക്കിന് മലയ സമുദായവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു നിലപാട്, ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകൾ മകരവിളക്കിന് ശബരിമലയിലെത്തിയാൽ കർശന ജാഗ്രതയിലുള്ള അയ്യപ്പ വിശ്വാസികൾ അതെന്ത് വില കൊടുക്കും തടുക്കുമെന്നുള്ള മുന്നറിയിപ്പ്, ഇതെല്ലാം കേരളം ഗൗരവത്തോടെ കാണുകയാണ്, ചർച്ച ചെയ്യുകയാണ്. കൂടുതൽ വാർത്തകളുമായി വരാം.